വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ലെവൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അവിടെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ നോക്കുന്നത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്ന് പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ജോൾസ് ജോബ് ഓപ്പണിംഗിലാണ് വരുന്നത്. അതിന്റെ പ്രീവിയസ് ഫിഗർ വരുന്നത് 7.1, ഫോർകാസ്റ്റ് 7.11 ആണ് കാണിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. 7.11 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ന്യൂസ് വരുന്ന സമയത്ത് നല്ല ഒരു ഫിഗർ വന്നാൽ ഫോർകാസ്റ്റിനേക്കാൾ മാത്രം മുകളിലും മാത്രമല്ല പ്രീവിയസിനേക്കാളും മുകളിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ വന്നാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് USDക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം ഒരുപാട് സമയം വന്നു കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. അതിനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു സപ്ലൈ നടന്നൊരു ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEG മാത്രമല്ല ഇവിടെ ഒരു കുറച്ച് നാള് കൺസോളേഷൻ നടത്തിയ ഒരു ഏരിയയും കൂടിയാണ്. അവിടേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ആണ്. ആ ഓൾ ടൈം ഹൈയിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ഈ ലെവൽ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോയത് അവിടേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി എന്ന് പറയുന്നത് നല്ലൊരു കൺഫർമേഷൻ കിട്ടണം. ശ്രദ്ധിക്കുക മാർക്കറ്റ് നല്ലൊരു മൊമെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു കൺസോളേഷനിൽ വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും താഴോട്ടേക്ക് വരാം. അവിടെ നിന്ന് വീണ്ടും നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ മാത്രം ഒരു ബൈ എൻട്രി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇവിടേക്ക് വരാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ മുകളിലോട്ട് പോയിട്ട് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് 50 മിനിറ്റ്സിന്റെ. ഈ ഒരു ലെവൽ നോക്കിയാൽ കാണാം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എത്താനാണ് സാധ്യത വളരെ കൂടുതൽ കാണുന്നത്. ഇനി അടുത്തൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ താഴോട്ടേക്ക് വരികയാണ്. അതായത് നല്ലൊരു മൊമെന്റ് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ചെറിയൊരു റീടെസ്റ്റ് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടേക്ക് വരുന്ന ലെവലിലൊരു നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പോഴും 50 മിനിറ്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം. ഇനി സംഭവിക്കാൻ അടുത്തൊരു സാധ്യത എന്ന് പറഞ്ഞാൽ അതും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ മുകളിലോട്ട് വീണ്ടും പോകും. വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ കാണാം ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നടക്കാനുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലോയൊക്കെ എടുത്തതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. മാത്രമല്ല ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയനെ ആയിരിക്കും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരിക. അപ്പൊ സോ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കളിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വരാം. അല്ലെങ്കിൽ താഴെ നിന്ന്
മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കളിച്ചിട്ടായിരിക്കും ബ്രേക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.